വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടാലിയിൽ എങ്ങനെയാണ് GST എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഹരിസാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് GST ടാലിയിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ പുതിയ വേർഷൻസിലൊക്കെ GST ഉണ്ട്. അത് ടാലിയിൽ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്രിയേറ്റ് കമ്പനി. ആദ്യം നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? GST ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യുക, പിന്നെ ലെഡ്ജർ ക്രിയേഷൻസ് നടത്തുക. ഈ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ടാലിയിൽ എങ്ങനെയാണ് GST നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ക്രിയേറ്റ് കമ്പനി. എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. ഫസ്റ്റ് ക്രിയേറ്റ് കമ്പനി, എന്നിട്ട് നമ്മൾ അതിന്റെ പോയിന്റ് വേണം എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഗേറ്റ്വേ ഓഫ് ടാലി, ഓൾട്ട് F3, ക്രിയേറ്റ് കമ്പനി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡയറക്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അങ്ങനെ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബേസിക് ഇൻഫോർമേഷൻസ്, നമ്മൾ നെയിം, മെയിലിംഗ് നെയിം, അഡ്രസ്, കമ്പനിയുടെ അഡ്രസ്, ഏത് കറൻസിയാണ് നമ്മൾ യൂസ് ചെയ്യണത് എന്നൊക്കെ ഇതാക്കണം. പിന്നെ നമ്മള് മെയിൻറ്റെയിൻ ഫീൽഡ്, നിങ്ങൾക്കറിയാം ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വരുന്ന ആ പിക്ചറൊക്കെ സാറ് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് മെയിൻറ്റെയിൻ ഫീൽഡ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് സെലക്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ഓൺലി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് വിത്ത് ഇൻവെന്ററി. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ, അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഫസ്റ്റ് ഡേ ഓഫ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം? പാസ്വേഡ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക. ദെൻ നമ്മൾ പ്രസ് Y അല്ലെങ്കിൽ എന്റർ അമർത്തുക. എന്നിട്ട് 2 പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ആൻഡ് സേവ് ആവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ് കമ്പനിയാണ്. അത് നിങ്ങൾ ഇതേ സ്റ്റെപ്പ് തന്നെ എഴുതണം എന്നില്ല. കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ, ആ സ്റ്റെപ്പ് എഴുതിയാലും മതി. ദെൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? എനേബിളിംഗ് GST ഫീച്ചേഴ്സ് ഇൻ ടാലി. അതായത് ടാലിയില് GST ഫീച്ചേഴ്സ് എനേബിൾ ആക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് പോവുക. എന്നിട്ട് F11 അമർത്തുക. F11 ഇത് ഫീച്ചേഴ്സ് ആണ്. അതിനകത്ത് F3 ഉണ്ടാവും, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മൗസ് കൊണ്ട് അമർത്തിയാലും മതി. ആ സൈഡ് ബട്ടണിൽ F11 അമർത്തി കഴിഞ്ഞാൽ സൈഡിൽ കുറെ F1, F3, F2 ഒക്കെ ആയില്ലേ. F3 ചെയ്ത് കഴിഞ്ഞാൽ F3യിലാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഉള്ളത്. അത് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആണ് വരിക. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, എസ് കൊടുക്കുക. ബാക്കി നമുക്കറിയാം വാല്യൂ ആഡ് ടാക്സ് വേണ്ട, എക്സൈസ് ടാക്സ്, അതിനാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ലയിപ്പിച്ച കുറെ ടാക്സുകൾ, അതൊന്നും വേണ്ട. പിന്നെ എനേബിൾ സർവീസ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതിനും എസ് കൊടുക്കുക. അതായത് ബാക്കിയുള്ളതൊക്കെ നോ കൊടുക്കുക. എന്നിട്ട് Y അമർത്തിയിട്ട് ആക്സെപ്റ്റ് അല്ലെങ്കിൽ എന്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് അമർത്താനായിട്ട് പറ്റും. നമ്മുടെ ഗേറ്റ്വേ ഓഫ് ടാലിയില് F11 അമർത്തുക. അതിനകത്ത് F3 സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ, അതില് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതാണ് എസ് കൊടുക്കേണ്ടത്. പിന്നെ ആ സ്ക്രീനിൽ എസ് കൊടുക്കേണ്ടത് സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക? എസ് കൊടുക്കുക. അതാണ് ഈ സർവീസ് ടാക്സ് എന്ന് കണ്ടില്ലേ, അതിൽ. അങ്ങനെ നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു സ്ക്രീൻ വരും, ഇങ്ങനെ GST ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. ഈ സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് നമ്മൾ എസ് കൊടുക്കുമ്പോഴാണ് ഈ സ്ക്രീൻ വരിക. അത് GST ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. ഇതിനകത്ത് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും, കേരള എന്ന് കൊടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് ചോദിക്കും, റെഗുലർ എന്ന് കൊടുക്കുക. GST പിൻ നമ്പർ എന്തെങ്കിലും കൊടുക്കുക. അതുപോലെ അപ്ലിക്കേഷൻ ഫ്രം എന്നു മുതലാണ് നമ്മൾ അത് അപ്ലൈ ചെയ്തെന്ന് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ നോ കൊടുത്താൽ മതി. അപ്പോ അതൊക്കെ ക്ലിയർ ആയി. അപ്പൊ ഫസ്റ്റ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ്വേ ഓഫ് ടാലില് F11 അമർത്തുക. എന്നിട്ട് അതിൽ നമ്മൾ F3 സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ, അതിനകത്ത് ആ സ്ക്രീൻ വരും. അതിൽ എനേബിൾ GSTയും ഓൾട്ടർ ഓർ സെറ്റ് GST ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അനദർ സ്ക്രീൻ. അതിനകത്ത് GST ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്, GST ടിൻ നമ്പർ, റെഗുലർ ആണോ, അപ്ലിക്കേഷൻ ഫ്രം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ അപ്പൊ ആ സ്ക്രീനിൽ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്ക്രീൻ വരും, ടാക്സ് റേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്.
HSN ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ HSN ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്റ്റ്. അപ്പൊ അതിനകത്ത് ആദ്യം ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ സോപ്പ് എന്നോ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലൈനിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഇത് ആ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ HSN അതിന്റെ ആ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതുക. ദെൻ ടാക്സ് ഡീറ്റെയിൽസ് ആണ് അടുത്തത്. അതിൽ ടാക്സബിൾ ആണ് നമ്മൾ 3 എണ്ണാണുള്ളത്, എക്സംപ്റ്റഡ്, ടാക്സബിൾ അങ്ങനെയുള്ളത്. അതിനകത്ത് ടാക്സബിൾ എന്ന് എഴുതുക. ടാക്സ് ടൈപ്പ്, അതായത് നമ്മൾ ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ് കൊടുക്കുക. ഇന്റഗ്രേറ്റഡ് ടാക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റിനും സെന്ററിനും അത് പാതി പാതിയായിട്ട് ടാലി കൊടുത്തോളും. അപ്പൊ നമ്മളത് ഇന്റഗ്രേറ്റഡ് ടാക്സ് എത്രയാച്ച് എഴുതുക, 28. നമുക്ക് ഞാൻ പറഞ്ഞു GST എന്ന് പറഞ്ഞ എന്താണ്, സ്റ്റേറ്റിനും സെന്ററിനും എന്തുണ്ട്, അതിന്റെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സപ്ലൈയില് ടാക്സിനുള്ള അവകാശമുണ്ട്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റഡ് ടാക്സ് പറഞ്ഞിട്ട് 28% കൊടുക്കുക. സെസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് 0 കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റേറ്റിനും സെന്ററിനും സെപ്പറേറ്റ് ആയിട്ട് ടാലി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ ഇന്റഗ്രേറ്റഡ് ടാക്സ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തത് കാണണമെങ്കിൽ നിങ്ങൾ F12 അമർത്തുക. അപ്പൊ അതിനകത്ത് കോൺഫിഗറേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടേബിൾ വരും. അതിനകത്ത് ഷോ ഓൾ GST ടാക്സ് ടൈപ്പ് എന്നുള്ളത് എസ് കൊടുക്കുക. അതുപോലെ അലൗ HSN SAC ഡീറ്റെയിൽസും എസ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്തെ എഴുതിയില്ലേ, അതിനവിടെ ഈ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കും. കണ്ടോ, സെൻട്രൽ ടാക്സ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ടാക്സ് 28 കൊടുത്താൽ 14% സെന്ററിനും 14% സ്റ്റേറ്റിനും ടാലി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ കോൺഫിഗറേഷനിൽ GST ടാക്സ് ടൈപ്പ് എസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്കത് കാണാൻ പറ്റില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എസ് കൊടുക്കുക. അതെങ്ങനെയാണ്, F12 അമർത്തിയാൽ കോൺഫിഗറേഷൻ വരും. അതിനകത്ത് ഷോ ഓൾ GST ടാക്സ് ടൈപ്പ് എസ് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഈ സ്പ്ലിറ്റേഷൻ കാണാനായിട്ട് പറ്റും. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കമ്പനി ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, GST ഫീച്ചേഴ്സ് അവിടെ എനേബിൾ ചെയ്തു. GST ഫീച്ചേഴ്സ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയി F11 അമർത്തി. പിന്നെ F3 സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. അപ്പൊ ആ വരുന്ന ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തു, GST എനേബിൾ ചെയ്തു. അതുപോലെ സെറ്റ് GST ഓൾട്ടർ അല്ലെങ്കിൽ സെറ്റ് GST ഡീറ്റെയിൽസ് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ഒരു ടാക്സ് HSN ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് കിട്ടും. അതിനകത്ത് കൊടുത്തു. അതിനകത്ത് നമ്മൾ ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ് കൊടുക്കുക. ഇത് ടാലി ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി സ്പ്ലിറ്റ് ടു സ്റ്റേറ്റ് ആൻഡ് സെന്റർ. അങ്ങനെ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണണമെങ്കിൽ F12 അമർത്തിയാൽ വി വിൽ ഹാവ് കോൺഫിഗറേഷൻ സ്ക്രീൻ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് കൊടുത്താൽ മതി. ഷോ ഓൾ GST ടാക്സ് ടൈപ്പിൽ. അടുത്തത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.